ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ വളരെ യൂസ്ഫുൾ ആണ്, ഫുള്ളായിട്ട് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഐഫോണിൽ നമ്മൾ ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ട് നോക്കിയാലോ? നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഇൻ യുവർ ഐഫോൺ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ ഡോണ്ട് ഹാവ് ആപ്പിൾ ഐ ഡി എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിലാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് ഫസ്റ്റ് നെയിം, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം, അതുപോലെ തന്നെ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് 2 ഓപ്ഷനാണ് കാണാൻ വേണ്ടി സാധിക്കുക. ഒന്ന് യൂസ് യുവർ ഫോൺ നമ്പർ, അതുപോലെ തന്നെ യൂസ് യുവർ ഇമെയിൽ ഐ ഡി. നമ്മളിവിടെ ഇമെയിൽ ഐ ഡി വെച്ചുകൊണ്ടാണ് ഇവിടെ ഒരു ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ഇമെയിൽ അഡ്രസ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. യൂസ് ഇമെയിൽ അഡ്രസ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ നമ്മൾ മുകളിൽ കാണുന്ന ഇമെയിൽ അഡ്രസ്സ് എന്നതിൽ നമ്മളെ ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിവിടെ താഴെ കൊണ്ട് അനൗൺസ്മെൻറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് അനൗൺസ്മെൻറ്റ് ഓൺ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓഫ് ചെയ്യുകയാണ്. അനൗൺസ്മെൻറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഈ ഒരു പാസ്വേഡ് നമുക്ക് എപ്പോഴും ഓർമ്മ വെക്കേണ്ട ഒരു പാസ്വേഡ് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതിൽ അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഓർമ്മയിരിക്കുന്ന ഒരു നല്ല പാസ്വേഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് ഈ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം 8 നമ്പറാണ് ഇവിടെ വേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഒരു ക്യാപിറ്റൽ ലെറ്റർ, അതുപോലെ തന്നെ നമ്പർ കൂടെ മിക്സ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഇപ്പം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മളെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നമ്മളെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് മെസ്സേജ് ആയിക്കൊണ്ടോ അല്ലെങ്കിൽ കോൾ ആയിക്കൊണ്ടോ വരും. നമ്മളതിവിടെ ആ ഒരു പാസ്വേഡ് നമ്മളിവിടെ ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് അതിന് ശേഷം ആ വെരിഫിക്കേഷൻ കോഡ് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ റീഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് താഴെ കാണുന്ന എഗ്രി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പാസ്കോഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. എൻ്റർ ഐഫോൺ പാസ്കോഡ് എന്ന് പറയുന്നത്. ഈ പാസ്കോഡ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡിയും ആപ്പിൾ ഐ ഡിയൊക്കെ റീകവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ പാസ്കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുന്ന, നമുക്ക് ഓർമ്മയുണ്ടായിരിക്കേണ്ട ഒരു പാസ്കോഡ് തന്നെ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ ആപ്പിൾ ഐ ഡിയുടെ പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമ്മളെ ഈ ഒരു പാസ്കോഡ് നമുക്ക് ഒരിക്കലും ഇത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഈ കൊടുക്കുന്ന പാസ്കോഡ് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു ഇമെയിൽ ഐ ഡിയിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വളരെ ഓർത്തിരിക്കേണ്ട ഒരു സംഭവമാണ് ഈ പാസ്കോഡ് എന്ന് പറയുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ആപ്പിൾ ഐ ഡി റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മളെ ഇമെയിൽ ഐ ഡി ഇവിടെ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്പിൾ ഐ ഡിയുമായിട്ട് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ വെരിഫൈ ഇമെയിൽ അഡ്രസ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ സെൻഡ് കോഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെരിഫിക്കേഷൻ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു വെരിഫിക്കേഷൻ കോഡ് കിടക്കുന്നത് നമുക്ക് നമ്മളെ ബാക്കിലോട്ട് വന്നതിന് ശേഷം നമ്മുടെ സഫാരി ഓപ്പൺ ചെയ്യുക. സഫാരി ഓപ്പൺ ചെയ്തതിന് ശേഷം സഫാരിക്കകത്ത് നമുക്ക് നമ്മളെ ജിമെയിൽ ഐ ഡി ഓപ്പൺ ആക്കാം. ഞാനിവിടെ സഫാരി ഓപ്പൺ ചെയ്ത് അതിന് ശേഷം ഇവിടെ ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്തു. അതിന് ശേഷം ജിമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്തതിന് ശേഷം ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇമെയിലിനകത്ത് നമുക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് ലഭിക്കും. നമ്മൾ എന്ത് ചെയ്യാം, അതിവിടെ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമെയിൽ ഐ ഡി ഇവിടെ വെരിഫൈ ആയിട്ടുണ്ട്. കണ്ടല്ലേ, ഇതിവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചുകൊണ്ട് നമുക്ക് നമ്മൾ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഹലോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇനി ഞാനിവിടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. താഴെ കാണുന്ന സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. വാട്സപ്പ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഗെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ കൊടുക്കാം. ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് ചോദിക്കും. ഞാൻ പറഞ്ഞ പാസ്വേഡ് എപ്പോഴും ഓർമ്മയിരിക്കുന്ന ഒരു പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, അതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കാം. റിവ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, റിവ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്ക് വരും. ഇവിടെ നമ്മൾ എഗ്രി ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് കൊടുക്കുക.
അപ്പോൾ നമുക്ക് ഇതുപോലെ പേജിലേക്ക് വരും. നമുക്കിവിടെ പേയ്മെൻറ്റ് മെത്തേഡ് അല്ലാതെ ഇതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ബില്ലിംഗ് നെയിം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ സ്റ്റേറ്റും അതുപോലെ തന്നെ സിറ്റിയും ടൗണും സ്റ്റേറ്റും ഒക്കെ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാട്സപ്പ് മെസ്സഞ്ചർ ഇവിടെ ഇൻസ്റ്റാൾ ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും. പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആപ്പിൾ ID പാസ്വേഡ് നമ്മളോട് ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സൈൻ ഇൻ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ വാട്സപ്പ് മെസ്സഞ്ചർ ഇവിടെ ഡൗൺലോഡ് ആവുന്നത്. ഓക്കെ, ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഏത് ആപ്ലിക്കേഷനിൽ ആപ്പ് സ്റ്റോറിലുള്ള ഏത് ആപ്ലിക്കേഷൻസും നമുക്ക് ഇതുപോലെ വളരെ സിമ്പിളായിക്കൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമായിരിക്കും. എല്ലാവർക്കും ബൈ, സി യു.